ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെ ആയിട്ട് അമ്പലത്തിൽ പോകാനൊക്കെ കരുതി കുളിച്ച് സൂപ്പറായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് സെറ്റായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവളെയും കൂടി പിക്ക് ചെയ്തിട്ട് നമുക്ക് അമ്പലത്തിൽ പോവാം. സോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കണ്ടൻസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, എന്താ ഇടേണ്ടതെന്നൊന്നും ഒരു പിടിയില്ല. ഇന്നലെ ഇതുപോലൊക്കെ ഇങ്ങനെ ആലോചിച്ച് എന്താ എടുക്കുക, എനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത് കാരണം എന്താ ചെയ്യാന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ ഇരിക്കുക. ഓക്കെ, 9 മണിക്ക് അമ്പലത്തിൽ പോകാൻ പറഞ്ഞിട്ട് 8 മണി എപ്പോഴാണ് റോഡിൽ വന്ന് നിൽക്കുന്ന നിർത്തി നോക്കടി. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം അമ്പലത്തിലെത്തി. പിന്നെ ഇവിടെ മുതൽ അങ്ങോട്ട് കൂടുതലും ഈ വീഡിയോയിൽ എൻ്റെ വോയിസ് ഓവേഴ്സ് തന്നെ ആയിരിക്കും. കാരണം എന്തെന്ന് വെച്ചാലില്ലേ, ഇപ്പോൾ രാമായണ മാസം നടക്കുന്നുണ്ട്. ഇങ്ങനെ രാമായണം വായിക്കുന്നത്, അമ്പലത്തിലെ പാട്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഉള്ളതുകൊണ്ട് ഞാൻ അഥവാ അവിടെ നിന്ന് വോയിസ് കൊടുത്താലും ഒന്നും കേൾക്കുന്നില്ല ഇതിൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ഏകദേശം കാലൊക്കെ കഴുകാൻ നമ്മൾ ആദ്യം കുളത്തിൻ്റെ അവിടേക്ക് വന്നു. പക്ഷെ നല്ല തെന്നി കിടക്കുകയാണ്, കാരണം 3 ദിവസമായിട്ട് നല്ല മഴയായിരുന്നു. എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് വന്നു. രസീതൊക്കെ എഴുതിക്കാൻ വേണ്ടി നിന്നു. രസീതൊക്കെ എഴുതിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അകത്തേക്ക് കയറാൻ ഭാവിക്കുകയാണ്. അകത്തേക്ക് കയറി എല്ലാം തൊഴുത് എല്ലാം നമ്മൾ തിരിച്ചിറങ്ങി. പക്ഷെ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാണ് അന്നേരം ഒന്നും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം ഓർക്കുന്നില്ല. അപ്പോൾ ഇവളാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഇത്രയും വലിയൊരു അമ്പലം ഇവിടെ കിടന്നിട്ട് നിനക്ക് വീഡിയോ എടുക്കാനും മാത്രം ഒന്നും ഇല്ലേന്ന്. അപ്പോഴാണ് പെട്ടെന്ന് ഫോണൊക്കെ തപ്പി പിടിച്ചെടുത്ത് വീഡിയോ ഒക്കെ എടുക്കുന്നത്. അമ്പലത്തിൻ്റെ വീഡിയോ തന്നെ കുറേ എടുക്കുന്നുണ്ട്. പിന്നെ ഇന്നലെ വരെ മഴയായിരുന്നെങ്കിൽ ഇന്ന് ഒട്ടും സഹിക്കാൻ വയ്യാത്ത വെയിലെന്ന് പറഞ്ഞാൽ അതുപോലെ വെയിലായിരുന്നു. അതെ, സത്യം പറഞ്ഞാൽ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ നമുക്ക് കണ്ണൊക്കെ തുറന്ന് സെൽഫി ക്യാമിൽ കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷെ ഒന്നും പറ്റുന്നില്ല. അതേപോലെ വെയിലിങ്ങനെ കണ്ണിലേക്ക് അടിക്കുക. പിന്നെ തണലത്തേക്കൊക്കെ മാറി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ നമ്മുടെ അശിതേൻ്റെ അനിയത്തി നമ്മുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചരട് കെട്ടി കൊടുക്കാൻ നേരം ഞാൻ പറയുന്നുണ്ട്, എടി സംസാരിക്കരുത്, വാ തുറക്കാണ്ട് വേണം ചരട് കെട്ടാൻ, അല്ലെങ്കിൽ എൻ്റെ ശക്തി പോകുന്നൊക്കെ. അപ്പോൾ അതൊക്കെ കേട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെയും ബാക്ക്ഗ്രൗണ്ടിൽ രാമായണ വായന നന്നായിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗത്തും എനിക്ക് വോയിസ് ഓവേഴ്സ് കൊടുക്കേണ്ടി വരുന്നത്. ഞാൻ അവിടെ വെച്ച് ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് പിന്നീട് വീട്ടിൽ വന്ന് റെക്കോർഡ് ചെയ്യാൻ നേരമാണ് ഇത്രയും വോയിസ് ബാക്കിൽ രാമായണത്തിൻ്റെ നല്ല സൗണ്ടുള്ള കാരണം എങ്ങനെയാണെന്നുള്ള രീതിയിൽ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അമ്പലം ഫുള്ളി ഒന്ന് ചുറ്റിക്കറങ്ങി കാണുകയൊക്കെ ചെയ്തു. കുറേ ആൾക്കാരുണ്ട്. രാമായണ മാസം ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു. നമ്മൾ ഏകദേശം അങ്ങനെ തൊഴുത് കഴിഞ്ഞ് ഇറങ്ങിയായി. നമ്മൾ അമ്പലത്തിലെല്ലാം തൊഴുത് കഴിഞ്ഞു. നമ്മൾ അമ്പലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ട്. പിള്ളേരൊക്കെ എൻ്റെ ഫാൻസ് ആണെന്നാണ് പറയുന്നത്. സോ അവരെ ഞാൻ ഒന്ന് കാണിച്ചു തരാൻ പറ്റണം. അവർ ക്യാമറയുടെ മുന്നിൽ വരുമെന്ന് എനിക്കറിയത്തില്ല. വന്നാൽ കാണിച്ചു തരാം. എൻ്റെ സബ്സ്ക്രൈബറാണ്. അടുത്ത സബ്സ്ക്രൈബർ. നിങ്ങൾ വീഡിയോ കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? നല്ല സാധനമാണ്. താങ്ക് യു. അടുത്ത സബ്സ്ക്രൈബറിനെ കാണിച്ചു തരാം. വീഡിയോടുവാ. ഇതെന്റെ സബ്സ്ക്രൈബറാണ്. പുള്ളിക്ക് യൂട്യൂബ് ചാനലുണ്ട്. അത് പറയത്തില്ല. പുള്ളി എന്റെ സബ്സ്ക്രൈബറാണ്. ചാനൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമ്മളപ്പോൾ പോകാൻ നിന്നപ്പോഴാണ് ഇവന്മാരെ കണ്ടത്. അപ്പോൾ ഇവന്മാർ പറഞ്ഞു, എടി എന്തായാലും ഇത്ര നിന്നില്ല, നമുക്കിനി കഞ്ഞിയും കൂടി കുടിച്ചിട്ട് പോകാൻ നേരം ഞങ്ങളെല്ലാം കഞ്ഞി കുടിക്കാൻ നിന്നു. നമ്മുടെ ചെട്ടുളങ്ങര അമ്പലത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് എല്ലാ ദിവസവും 12 മണിയാകുമ്പോൾ തൊട്ട് കഞ്ഞിയുണ്ട്. നല്ല തിരക്കായിരുന്നു, നല്ല വെയിലുമായിരുന്നു. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ വെയിലിൻ്റെ പ്രശ്നമില്ല. കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുക. കാരണം നല്ല തിരക്ക്. ഇന്ന് രാമായണ മാസവും ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. കഞ്ഞി കുടിക്കാനും ആൾക്കാരെല്ലാവരും ആ ഒരു രാവിലെ വന്നവർ ഫുള്ള് ഉച്ചവരെ 12 മണി വരെ വെയിറ്റ് ചെയ്ത് കഞ്ഞി കുടിച്ചിട്ടേ എല്ലാവരും പോകൂ. അപ്പോൾ അതേ ചേട്ടന്മാർ കഞ്ഞിയൊക്കെ വിളമ്പി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാ ദിവസവും കഞ്ഞിയും അസ്ത്രവും മുതിരയും അച്ചാറും ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ചെട്ടുളങ്ങർക്കാർക്ക് മാത്രമുള്ളതാണ് മുതിര. അത് നമ്മൾ എത്ര വീട്ടിൽ വെക്കാൻ ശ്രമിച്ചാലും നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ആ ഒരു മുതിരേൻ്റെ ടേസ്റ്റ് എന്തായാലും കിട്ടില്ല. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കഞ്ഞി കുടിക്കാൻ നേരം അറിഞ്ഞത് രാമായണ മാസം ആയതുകൊണ്ട് ഇന്ന് കഞ്ഞീൻ്റെ കൂടെ നമുക്ക് അവൽ നനച്ചതും ഉണ്ണിയപ്പം ഉണ്ടെന്ന്. അപ്പോൾ കുറച്ചും കൂടി സന്തോഷമായി. എന്നിട്ട് നമ്മൾ ഇപ്പോൾ നമുക്കിങ്ങനെ ഓരോരുത്തർക്കായിട്ട് പോയി വാങ്ങിക്കാനൊക്കെ ഇല്ല. അവരിങ്ങനെ വിളമ്പി ആ മൂലക്കേക്ക് മാറ്റി വെക്കും. നമ്മൾ ഓരോരുത്തരും പോയി എടുക്കുകയോ ചെയ്യുന്നത്. എന്നിട്ട് കഞ്ഞിയൊക്കെ വാങ്ങിച്ചു. നമ്മളെല്ലാവരും നല്ല രീതിയിലിരുന്ന് കുടിച്ചു. നല്ല ചൂടോടെ നല്ല ചൂട് കഞ്ഞിയായിരുന്നു. കഥന പൊട്ടിക്കാൻ നിൽക്കുക. എപ്പോഴാണ് പൊട്ടുന്നതെന്ന് അറിയില്ല. നമ്മൾ രാവിലെ അമ്പലത്തിൽ വന്ന് തൊഴുത് എല്ലാം കഴിഞ്ഞു. നല്ല ടൈം എടുത്തു, കാരണം നല്ല തിരക്കായിരുന്നു. രാമായണ മാസം അങ്ങനെ കുറേ ഇത്. പിന്നെ നല്ല കഞ്ഞി കുടിച്ചു. ഇനിയിപ്പം വീട്ടിൽ പോവാം. കഴിഞ്ഞു.
അപ്പോൾ ഓക്കെ, നല്ല ലേറ്റ്, ഏകദേശം 12:30 മണി സമയമായി. അപ്പോൾ നമ്മളിപ്പോൾ അതേ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി, പിന്നെ ഇനിയിപ്പോൾ അങ്ങ് വീട്ടിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഇങ്ങനെ ഓടിച്ചു പോകുമായിരുന്നു. അപ്പോഴാണ് അവന്മാരെ വീണ്ടും കണ്ടത്. അപ്പോൾ അവന്മാരിൽ ഫോൺ കൊടുത്തിട്ട് ജസ്റ്റ് നമ്മൾ വണ്ടി ഓടിക്കുന്നൊരു വീഡിയോ ഒക്കെ എടുത്തുതരാൻ പറഞ്ഞു. അപ്പോൾ നല്ല പറഞ്ഞ് ഏൽപ്പിച്ച പോലെ നല്ല കറക്റ്റായിട്ട് സാധനം എടുത്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരോട് 1000, പ്രത്യേകിച്ച് വിനിച്ചേട്ടനോട് 1000 നന്ദി രേഖപ്പെടുത്തുന്നുണ്ട്. നല്ല രീതിയിൽ വീഡിയോ ഒക്കെ എടുത്തു തന്നു, എല്ലാം സെറ്റായിരുന്നു. അപ്പം ഏകദേശം ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇനിയിപ്പം നേരെ അഷിതേനെ കൊണ്ട് വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുക, എന്നിട്ട് ഞാനും വീട്ടിലേക്ക് വരാം. ഇതൊക്കെ തന്നെയാണ് ഇന്ന് മെയിനായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത്. നമ്മൾ എന്നിട്ട് നമ്മളുടേതായ വീഡിയോസ് സ്വന്തമായിട്ട് എടുത്ത് സ്വന്തമായിട്ട് സംതൃപ്തി അണയുമായിരുന്നു. നല്ല രസമുണ്ട് കാണാൻ. ഇതിപ്പോൾ കുറേ ടേക്ക് എടുത്തതിന് ശേഷമാണ് അവസാനം ഒരു വീഡിയോ എങ്കിലും കിട്ടിയത്. അപ്പോൾ ഓക്കെ, ബൈ. ഇനി എന്നാ? നാളെ. ടാറ്റാ. അറ്റ് ലാസ്റ്റ് നമ്മൾ വീട്ടിലെത്തി. ഇന്നിപ്പോൾ അമ്പലത്തിലൊക്കെ പോയ ചെറിയൊരു കുഞ്ഞു വ്ളോഗായിരുന്നു. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എനിവേ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.